ക്യാച്ചേഴ്സിൻ്റെ ട്രാവൽ വ്ളോഗല്ല കേട്ടോ. ഇന്ന് ഒരു കൊച്ചു സന്തോഷം. അത് ഞാനൊരു സർപ്രൈസ് വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സർപ്രൈസ് വീഡിയോ അല്ല, നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രാവിലെ തന്നെ ഏട്ടനെന്തോ ഗിഫ്റ്റ് ഓർഡർ ചെയ്തു, അത് വന്നു. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ ഒന്നും വാങ്ങിച്ചിട്ടുമില്ല. അപ്പം ഇങ്ങനെ കുറേ ആലോചിച്ചപ്പം ഏട്ടനൊരു ആവശ്യമുള്ളൊരു സാധനം ഉണ്ടെന്ന് തോന്നി. അത് ഏട്ടനയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ ഒരു 2-3 മാസം മുന്നേ ഏട്ടനൊരു അത്യാവശ്യം വന്നപ്പം അത് കൊടുക്കേണ്ടി വന്നു. ഏട്ടൻ മനസ്സോടെയാണ് കൊടുത്തത്, അതെനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡൽ ഇപ്പം വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു ആർഗോസ് എന്ന് പറഞ്ഞിട്ട് കടയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്തു. അത് 4 PM കളക്ട് ചെയ്യാം. ഡെലിവറിയും ഉണ്ട്, കളക്ഷനും ഉണ്ട്. പക്ഷെ ഞാൻ കളക്ഷൻ ഓപ്ഷനാണ് കൊടുത്തത്. ചുമ്മാ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു സർപ്രൈസ്, ഒരു കുട്ടി സർപ്രൈസ്. അപ്പോൾ ഞാൻ പക്ഷേ ഏട്ടനോട് പറഞ്ഞേക്കുന്നത് എനിക്ക് ഒത്തിരി നാളെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ പോകണമെന്ന് ഏട്ടനോട് പറഞ്ഞേക്കുന്നത്. ഏട്ടൻ അപ്പുറത്തെ റൂമിൽ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഓൾറെഡി റെഡി ആയിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഏട്ടൻ കാണുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് അങ്ങ് പോവാം. ഓക്കെ, റെക്കോർഡ് ചെയ്യണോ? അല്ല, അത് വേറൊരാവശ്യത്തിനാണ്. ഏട്ടനാണെങ്കിൽ കളക്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ 1 person അറ്റ് എ ടൈമേ പറ്റത്തുള്ളൂ. നമുക്ക് 1-way സിസ്റ്റമാണ്. ദൈവമേ, എൻ്റെ ഇതെൻ്റെ സാധനം അല്ല എന്ന് പറയുമെന്ന് അറിഞ്ഞൂടാ. വരണുണ്ട്. ഒന്നുമില്ല, അതന്നെ. ഒന്നും നോക്കിയില്ല, ക്രെഡിറ്റ് കാർഡ് അങ്ങ് വരച്ചു. താങ്ക് യു. നീ എന്നിട്ട് എന്നോട് പറഞ്ഞ എന്താ ഹെഡ്സെറ്റ് ആണെന്നല്ലേടി? അത് പിന്നെ സർപ്രൈസ് തരുമ്പോ അങ്ങനെ പറയാൻ പറ്റുമോ? നിനക്ക് എങ്ങനെ മനസ്സിലായി? DJI Mini 2 തന്നെ ഞാൻ നോക്കി. ഞാൻ ഏട്ടൻ്റെ കാട്ടിൽ കയറി നോക്കി. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റും. ഇഷ്ടപ്പെട്ടോ? ഇനി ഇതുപോലുള്ള സമ്മാനങ്ങൾ പ്രതീക്ഷിക്കും. നെക്സ്റ്റ് ടൈം സോണിയുടെ ലെൻസൊക്കെ നോക്കിയാൽ മതി കേട്ടോ. ആണോ? ആയിക്കോട്ടെ. അപ്പം നമുക്ക് നമ്മുടെ DJI Mini 2 ഒന്ന് അൺബോക്സ് ചെയ്താലോ? ഞങ്ങളങ്ങനെ പ്രൊഫഷണൽ അൺബോക്സേഴ്സ് ഒന്നുമല്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്തതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നേ. വെയിറ്റ് ടോട്ടൽ 249 ഗ്രാമാണ് ഈ ഡ്രോണിൻ്റെ വെയിറ്റ്. ഭയങ്കര ലൈറ്റാണത്. ഞങ്ങളിത് ആ ബോക്സ് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലെതർ ബാഗ് ഉണ്ട്. ഇത് കോംബോ പാക്കാണ് കേട്ടോ. അപ്പം ബാഗും എക്സ്ട്രാ 3 ബാറ്ററീസ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പം നമുക്ക് ബാഗ് ഓപ്പൺ ചെയ്യാം. 2 സിപ്പ് ഉണ്ട്. ലെതറാണ് മെറ്റീരിയൽ. സോറി, നൈലോൺ. ഇതാണ്
ഓക്കെ, അപ്പം ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഈ നൈലോൺ ബാഗിനകത്ത് ഉണ്ടായിരുന്നത്. ഇത് കോംബോ പാക്കാണ്. ഇതാണ് നമ്മളുടെ ഡ്രോൺ. ഭയങ്കര ക്യൂട്ടാണ് ഇത്. ഇതാണ് നമ്മളുടെ ജോയിസ്റ്റിക്കിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്യുന്നത്. ഈ ഏരിയയിലാണ് നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയുന്നത്. നമുക്ക് ഫോണിനെ ഇതുപോലെ നമുക്ക് ഫോൺ വെക്കാം. അതുപോലെ ജോയിസ്റ്റിക്കിനെ കൺട്രോൾ ചെയ്യുന്ന 2 സ്റ്റിക്കുകൾ സൈഡിലുണ്ട്. ഈ സ്റ്റിക്ക് എടുത്ത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതാണ് ജോയിസ്റ്റിക്കിൻ്റെ പവർ ബട്ടൺ. ഓൾറെഡി ഇതിൽ കുറച്ച് ചാർജ് ഉണ്ട്, അതുകൊണ്ട് ഇതിപ്പം ഓണായി. ഓക്കെ, നെക്സ്റ്റ് ഒരു ചെറിയ ബോക്സ് ഉണ്ട്, എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് കാറ്റലോഗ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് 2-3 പേപ്പേഴ്സ് ഉണ്ട്. നമുക്ക് പിന്നെ കാറ്റലോഗ്സിൻ്റെ ആവശ്യമില്ലല്ലോ, വേണ്ട, മാറ്റിയേക്കാം. പിന്നെ നമുക്ക് 3 സെറ്റ് പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 2 എണ്ണം വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു പാക്കറ്റിനകത്ത്. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡ്രോണിനകത്ത് ഈ പ്രൊപ്പല്ലേഴ്സ് ഫിറ്റ് ചെയ്യണം. ഓക്കെ, എക്സ്ട്രാ 2 സ്റ്റിക്ക് കൂടെ വന്നിട്ടുണ്ട്. അതായത് ഈ നമ്മൾ ജോയിസ്റ്റിക്കിൽ ഫിക്സ് ചെയ്തില്ലേ, ഈ 2 സ്റ്റിക്ക് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന മാവിക് എയറിലൊന്നും നമുക്ക് എക്സ്ട്രാ വന്നിട്ടില്ലായിരുന്നു. അതുപോലെ മാവിക് എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടെ നല്ല സൈസുണ്ട് ഈ ജോയിസ്റ്റിക്കിന്, കാണാനും ഒരു രസമുണ്ട്. അതുപോലെ മാവിക് എയറിലായിരുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഫിക്സ് ചെയ്യുന്നതിൻ്റെ താഴെയായിരുന്നു. അപ്പം 2 സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം വേണമായിരുന്നു ഫോൺ ഫിക്സ് ചെയ്യാൻ. പക്ഷേ ഇതെന്തോ നല്ല കുറച്ച് കോമ്പാക്റ്റബിളാണ്, നമുക്ക് ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് ഓക്കെ, ഈ പോർട്ടിലാണ് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഫോൺ കണക്ട് ചെയ്യേണ്ട കേബിൾ ഉണ്ടല്ലോ, അത് ചിലപ്പം ഈ ബോക്സിൽ കാണും, നമ്മൾ നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്ന അഡാപ്റ്ററാണെന്ന് തോന്നുന്നു. അതെ, ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ ബാറ്ററി. എക്സ്ട്രാ 2 ബാറ്ററീസ് ഉണ്ട്. ചിലപ്പം ഒരു ബാറ്ററി ഇതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ അഡാപ്റ്ററിനകത്ത് 2 ബാറ്ററിയാണ് ഉള്ളത്. ഇത് അഡാപ്റ്റർ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്ററാണ്. 3 പിന്നാണ്. UK-ലെ അതനുസരിച്ചുള്ള 3 പിൻ. യൂറോപ്യൻ ആണെങ്കിൽ 2 പിൻസ് വരും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അത് റൗണ്ട് ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ ഈ പ്രൊപ്പല്ലർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാൻ ഒരുപാട് ടെക്നിക്കലി ഉള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഈ ബോക്സിൽ എന്താണെന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ
പ്രൊപ്പല്ലർ. ഇതിന് മുമ്പുണ്ടായിരുന്ന മോഡലുകളിലെല്ലാം ഇതിങ്ങനെ കണക്റ്റഡ് ആയിരുന്നു, രണ്ട് സൈഡ് ഒരുപോലെ ഇരിക്കുന്നു. പക്ഷേ ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ മിനി 2-ൽ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് പ്രൊപ്പല്ലർ വന്നിരിക്കുന്നത്. നമുക്ക് പ്രൊപ്പല്ലർ ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ സ്ക്രൂ ആണെന്ന് തോന്നുന്നു, സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഈ ഡ്രോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുടെ മിനി 2. സ്റ്റിക്കേഴ്സൊക്കെ ഫസ്റ്റ് റിമൂവ് ചെയ്യണം. ഇത് നമ്മുടെ ക്യാമറയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടൊരു പ്ലാസ്റ്റിക് കവറിങ് ആണ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുക. നമ്മുടെ ക്യാമറ 4K ആണ് ഈ ക്യാമറ. ഓക്കെ, ഇനി സ്റ്റിക്കറുകളെല്ലാം റിമൂവ് ചെയ്യുക. ഓൾറെഡി ഇതിൽ പ്രൊപ്പല്ലർ ഉണ്ട്. അപ്പം നമുക്ക് എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്ന പ്രൊപ്പല്ലർ ആയിരുന്നു അത്, നമ്മൾ പൊട്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓൾറെഡി ഇതിനകത്തുണ്ട് പ്രൊപ്പല്ലർ. ഇങ്ങനെ പയ്യെ എപ്പോഴും നല്ല കെയർ കൊടുത്തിട്ടേ നമ്മളിത് ഓപ്പൺ ആക്കാവൂ. സ്ലോലി മൂവ് ചെയ്യാം. സോറി, ഫസ്റ്റിലെ ഇത് മൂവ് ചെയ്യുന്നു, ഇത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്, അത് ഞാൻ റിമൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇതിനകത്ത് ബാറ്ററി എങ്ങനെയാണെന്ന് കാണിച്ചിട്ട്, നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ബാറ്ററി കിട്ടും. ഈ ബാറ്ററിക്ക് ഇവിടെ റെക്കോർഡിംഗ് ആണോ, ഇവിടെ ചെറിയ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. അത് പ്രസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്താൽ നമുക്ക് ബാറ്ററി എടുക്കാം. ഓക്കെ, ബാറ്ററി ഇട്ടു. ഓക്കെ, അപ്പം ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമ്മുടെ DJI Mini 2-ൻ്റെ ബോക്സിലുണ്ടായിരുന്നത്. ഇത് വലിയ ടെക്നിക്കലായിട്ടുള്ള അൺബോക്സിങ് ഒന്നുമല്ല, ജസ്റ്റ് ഇതെനിക്ക് എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വൈഫ് തന്ന ഗിഫ്റ്റാണ്. അപ്പം ഞാൻ ഒന്നുകൂടി ഇതൊക്കെ ഒന്ന് പറയാം. ഇതാണ് നമ്മുടെ അഡാപ്റ്റർ, ഇതാണ് നമ്മുടെ ജോയ്സ്റ്റിക്ക്. ഇത് വെച്ചാണ് നമ്മുടെ ഡ്രോണിനെ കൺട്രോൾ ചെയ്യുന്നത്. DJIയുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഫോണും ഈ ജോയ്സ്റ്റിക്കും തമ്മിൽ ഈ കേബിൾ വെച്ച് നമ്മൾ കണക്ട് ചെയ്യും. അതിനുശേഷം ആണ് നമ്മളിതിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ മറ്റ് മോഡലുകളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ 3 പാക്കറ്റ്സ് പ്രൊപ്പല്ലേഴ്സ് വരെ നമുക്ക് അഡീഷണൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ചാർജറും അതിൻ്റെ അഡാപ്റ്ററും. ഇതാണ് നമ്മളുടെ ഡ്രോൺ. നല്ല എന്താ പറയുക, ഭയങ്കര കോമ്പാക്റ്റബിൾ ആണ്, വെയ്റ്റ്ലെസ് ആണ്, നല്ല ക്യൂട്ടും ആണ്. പിന്നെ ഇത് ബോക്സിലുണ്ടായിരുന്ന അതിൻ്റെ കാറ്റലോഗാണ്. പിന്നെ നമ്മുടെ ക്യാമറയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഷീൽഡും ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും എന്താ പറയുക, മാവിക് മിനിയും പ്രോയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടും വേണ്ടുന്നത് ബാറ്ററിയാണ്. അതായത് DJIയുടെ കമ്പനി പറയുന്നത് 30 minutes ആണ് ഒരു ഫ്ലൈറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ജസ്റ്റ് വിൻഡി ടൈമിലൊക്കെ ഈ ഡ്രോൺ പറത്തുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ ആയിരിക്കും ബാറ്ററി ബാക്കപ്പ്. അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാ എമൗണ്ട് കൊടുത്ത് ബാറ്ററി വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതല്ല, ആ സമയത്ത് നമ്മൾ ഈ അഡാപ്റ്ററും എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ മോഡലിൻ്റെ കൂടെ നമുക്ക് 3 ബാറ്ററീസും അഡാപ്റ്ററും. ഈ അഡാപ്റ്റർ വേണം നമുക്ക് കാറിൽ വേണമെങ്കിലും ചാർജ് ചെയ്യാം. പിന്നെ ഈ ബാഗ് നല്ല പ്രൊഫഷണൽ ലുക്കാണ്. നൈലോൺ മെറ്റീരിയൽ വെച്ച് എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ ഇതിനകത്ത് തന്നെ കുറേ ഉറകളുണ്ട്. നമുക്ക്
നമുക്ക് ഐപാഡോ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വെക്കാം. മെമ്മറി കാർഡ്സും അതുപോലെ ചെറിയ ചാർജർ അഡാപ്റ്ററുകളൊക്കെ ഇതിൽ വെക്കാം. നല്ല മെറ്റീരിയലാണ്. സിബ് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ബോക്സിലുണ്ടായിരുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ടെക്നിക്കലി ഉള്ള കാര്യങ്ങളും അതുപോലുള്ള കുറച്ച് നമുക്ക് ഈ ഡ്രോൺ പാർട്സ്